അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഒക്കെ PR കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരിൽ ഒതുങ്ങിപ്പോവും. എന്റർടൈൻമെന്റിന് ഉപരിയായിട്ട് ക്യാരക്ടറിൽ മാറ്റം വരുത്താനും ഈ ബിഗ് ബോസിന് കഴിയും. അതിന് തക്കതായ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. ഹായ് ഹലോ, എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. എനിക്ക് ജനങ്ങളോട് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, തെറ്റുകൾ തിരുത്താത്ത, സദാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, PR പഠിപ്പിച്ചുവിട്ട സൂര്യ നമസ്കാരവും പിന്നെ കരയുമ്പോൾ കുറെ കഷ്ടതകളെക്കുറിച്ച് പറയുന്ന അനുമോളെ എങ്ങനെ വോട്ട് ചെയ്ത് ഒറ്റയടിക്ക് ഫിനാലെ വീക്കിലേക്ക് കയറ്റിവിടാൻ തോന്നി എന്നതാണ്. ഞാൻ ഈ ബിഗ് ബോസ് കാണുന്നതിൻ്റെ ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത്, നമുക്ക് കാഴ്ചപ്പാടുകൾ മാറും പലതും കാണുമ്പോൾ. പിന്നെ ഇന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ നേരിടണം എന്ന് പഠിക്കും ബിഗ് ബോസ് കാണുമ്പോൾ. പക്ഷേ ഇതൊന്നും തൊട്ടും തീണ്ടാത്ത, ഗെയിമിൽ മര്യാദയ്ക്ക് കളിക്കാത്ത, ക്യാരക്ടർ ഭയങ്കര ഫ്ലോപ്പായ ഇങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ഇത്രയും ഫൈനലിലേക്ക് എത്തി എന്നാണ് എൻ്റെ ചോദ്യം ഇപ്പോഴും. സീസൺ 5 കണ്ടസ്റ്റൻ്റായ നാദിറിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നാദിർ ഒരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്ത് വന്നതാണ്. ആ നാദിർ ആ ഗെയിമിൽ കളിച്ചപ്പോൾ പലരുടെയും ചിന്താഗതികൾ അങ്ങനെയുള്ളവരെക്കുറിച്ച് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ സീസണിൽ തന്നെ റിനോഷ് ആയിക്കോട്ടെ, അഖിൽമാരായിക്കോട്ടെ, അവരവരുടെ പെർസ്പെക്റ്റീവ് അവരവർക്ക് തോന്നിയ വിധത്തിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ അന്ന് 2 പേരുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇവരുടെ 3 പേരുടെ ഭാഗത്തുനിന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു പല കാര്യങ്ങൾ. ഇവിടെ ഞാൻ കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ അടുത്തും ലാലേട്ടൻ്റെ അടുത്തുമാണ്. ഇതിൻ്റെ അകത്ത് കാര്യകാരണങ്ങൾ പറയണം, അനുമോളെ തിരുത്തേണ്ട അടുത്ത് തിരുത്തണം. ആ സദാചാര പരിപാടിയൊക്കെ നടത്തിയപ്പം ലാലേട്ടൻ എന്തുകൊണ്ട് എവിക്ഷനിലിട്ടില്ല? അനുമോൾ പറഞ്ഞു കണ്ടു എന്ന്, അതിന് എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? ഇതൊക്കെ ഒരു മെസ്സേജ് അല്ലേ ജനങ്ങളിലേക്ക് പോകുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ വേഴ്സസ് വിജയ് സേതുപതി എന്നൊരു വീഡിയോ ചെയ്യാനിരുന്നതാണ്. വിജയ് സേതുപതി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ തിരുത്തേണ്ടടുത്ത് തിരുത്തിയേനെ. പുള്ളിക്കാരൻ കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. ആൾക്കാരെ തിരുത്താൻ വേണ്ടിയുള്ളത് കൂടിയാണ്, പേഴ്സ്പെക്റ്റീവ് മാറ്റിയെടുക്കാൻ കൂടിയുള്ളതാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട് എന്ന് എനിക്ക് കഴിഞ്ഞ സീസൺ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഒക്കെ PR കൊണ്ട് വിജയിക്കുന്ന ആൾക്കാരിൽ ഒതുങ്ങിപ്പോവും. ഇന്ന് തന്നെ അനുമോളുടെ ഒരു കാര്യം ചർച്ച ചെയ്തപ്പോൾ സാബുമാന് തത്തുല്യമായിട്ടുള്ള കറിയെ കൊടുക്കുള്ളൂ എന്നാണ് അനുമോൾ പറഞ്ഞത്. പക്ഷെ ഇന്നത് മാറ്റി പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു ശരിയും കളി. ലാലേട്ടൻ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തില്ല? പിന്നെ അനുമോൾ കഴിഞ്ഞ ആഴ്ച നടത്തിയൊരു ഷോ ഉണ്ടായിരുന്നു, അത് ഇന്ന് നേരെ ന്യായീകരിച്ചു. എല്ലാ ആഴ്ചയിലും അങ്ങനെ ഉണ്ട് ലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെ എന്തുകൊണ്ട് വിമർശിച്ചില്ല? ഇതെന്തുകൊണ്ടാണ് വിമർശിക്കാത്തത്? ഇങ്ങനെ ഊരി വിടാനാണെങ്കിൽ ആദ്യം തൊട്ട് ഒരു മാറ്റമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റായ അനുമോൾ നിൽക്കുകയും എനിക്ക് തോന്നുന്നു കപ്പെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശരിക്കും പറയാം, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അക്ബറിനെയും നെവിനെയുമാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, അവരിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അവർ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ, തെറ്റ് കാണുന്നത് തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഞാനിതിവിടെ പറയാനുള്ള റീസൺ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബിഗ് ബോസിനെ അത്രയധികം കാര്യത്തോടെയാണ് കാണുന്നത്. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റർടൈൻമെൻറ്റിന് ഉപരിയായിട്ട് ക്യാരക്ടറിൽ മാറ്റം വരുത്താനും ഈ ബിഗ് ബോസിന് കഴിയും. അതിന് തക്കതായ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. അത് ലാലേട്ടൻ ചെയ്യാത്തതാണ് ഇതിനുള്ള പ്രശ്നത്തിന് കാരണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഓക്കെ, നമുക്കിനി എപ്പിസോഡിലേക്ക് വരാം. നെവിൻ ലാലേട്ടൻ വരുമ്പോൾ കുറച്ച് ഓവറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യും, പക്ഷേ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പറയുകയും ചെയ്യും. അതിനുശേഷം സംസാരം ഉണ്ടായത് നമ്മുടെ അനീഷിൻ്റെയും അനുമോളുടെയും ലവ് ട്രാക്കിനെ കുറിച്ചാണ്. അത് ലാലേട്ടൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ അറിയാവുന്ന ഫീൽഡാണല്ലോ, ആക്കിയതല്ല, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ലാലേട്ടനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അവിടെ അക്ബർ ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട്, രണ്ടുപേരും നല്ല മാച്ചാണ് ലാലേട്ട, രണ്ടുപേരും തെറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു അവിടെ. പിന്നെ ചർച്ചയായത് ബിഗ് ബാങ് വീക്കിലെ ടാസ്കുകളെ കുറിച്ചാണ്. അതിനുശേഷം നോമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബർ പറഞ്ഞു നല്ലതായിരുന്നു ലാലേട്ട, ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ട് എന്നെയും നെവിനെയും കൂടെ ഇടാനാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ സത്യം തന്നെയാണ്. ഇതുവരെ പ്ലാൻ ചെയ്യാത്തത് പോലെയൊക്കെയാണ് ഷാനവാസും ആദിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അവരെത്ര പ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും വാണും ചെയ്തിട്ടില്ല ഈ സീസണിൽ. എന്തുകൊണ്ട്? ഇപ്രാവശ്യത്തെ ബിഗ് ബോസും ലാലേട്ടനും വൻ തോൽവിയാണ് എന്നതിനുള്ള ഉദാഹരണമാണ് അനുമോളെ ഇങ്ങനെ തിരുത്താതെ ഈ ഫൈനാലെ വരെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഉള്ളിലുള്ള പുച്ഛവും ദേഷ്യവും സങ്കടവും അടക്കി പിടിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ബൈ ബൈ.